എന്തിനാ വെറുതെ എല്ലാരെയും വെറുപ്പിച്ച് ഇവിടെ എങ്ങനെ നിൽക്കുന്നത്? നിങ്ങൾക്ക് മാന്യമായൊരു ജോലിയുണ്ട്, അത്യാവശ്യം കൊള്ളാവുന്നുള്ള ശമ്പളവും. പിന്നെ എന്തിനാ എല്ലാവരുടെയും ഇഷ്ടക്കേട് സഹിച്ച് ഇവിടെ നിൽക്കുന്നേ? നല്ലൊരു വീടെടുത്ത് സ്വസ്ഥമായി മാറി താമസിച്ചൂടെ? മാറിയോ? ദുർഗ പോയില്ല. എവിടെ? ഒന്നുകൂടെ നോക്ക്. ഇവിടെ മാറിയില്ലേ? ഇല്ല, നോക്കട്ടെ. പോയില്ല. പോയല്ലോ. ഇല്ല. എനിക്കങ്ങോട്ട് വരാവോ? ഞാൻ വന്ന ടൈം തെറ്റിപ്പോയോ എന്നൊരു സംശയം. ഏയ് അങ്ങനെയൊന്നുമില്ല, എന്റെ കണ്ണില് പൊടി പോയതാ. മനസ്സിലായ കാര്യം. ഇനിയിപ്പോ പൊടി പോയതല്ലെങ്കിലും ഒരു കുഴപ്പമില്ല. നിങ്ങള് ഭാര്യ ഭർത്താക്കന്മാരല്ലേ, ലൈസൻസ് ഒക്കെ കിട്ടിയതല്ലേ. അങ്കിളിന് ചായയോ മറ്റോ വേണോ? ഒന്നും വേണ്ട, ഞാൻ വെറുതെ നിങ്ങളൊന്ന് കാണാൻ വന്നതാ. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിട്ട് പോകുന്നു. മോളെന്തൊന്നും മിണ്ടാത്തെ? ഒന്നുമില്ലെങ്കില്. രണ്ടാളുടെ ജോലിയൊക്കെ എങ്ങനെയുണ്ട്? കുഴപ്പമൊന്നുമില്ല. സത്യം പറഞ്ഞാ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ജോലിയാ അധ്യാപനം. അത് ചെയ്യാനുള്ള ഭാഗ്യം നിങ്ങൾക്ക് രണ്ടുപേർക്കും കിട്ടിയെങ്കിൽ വലിയൊരു കാര്യമാ. പിന്നെ നിങ്ങളോടുള്ള സ്നേഹം കൊണ്ട് ഞാനൊരു കാര്യം പറയട്ടെ. എന്താ ഞാൻ ഈ പറയുന്നത് വേറൊരു സെൻസിൽ എടുക്കരുത്. മറ്റൊന്നും ഓർത്തിട്ടല്ല, നിങ്ങളെ കുറിച്ച് ഓർത്തിട്ട് മാത്രമാ ഞാൻ ഈ പറയുന്നത്. എന്തായാലും അങ്കിള് പറഞ്ഞു, ഞങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല. അല്ല, എന്തിനാ വെറുതെ എല്ലാരെയും വെറുപ്പിച്ച് ഇവിടെ എങ്ങനെ നിൽക്കുന്നത്? നിങ്ങൾക്ക് മാന്യമായൊരു ജോലിയുണ്ട്, അത്യാവശ്യം കൊള്ളാവുന്നുള്ള ശമ്പളവും. പിന്നെ എന്തിനാ എല്ലാവരുടെയും ഇഷ്ടക്കേട് സഹിച്ച് ഇവിടെ നിൽക്കുന്നേ? നല്ലൊരു വീടെടുത്ത് സ്വസ്ഥമായി മാറി താമസിച്ചൂടെ? എന്ത് സഹായം വേണമെങ്കിലും ഈ ഞാൻ ചെയ്തുതരാം. അങ്കിളിന്റെ നല്ല മനസ്സിന് നന്ദിയുണ്ട്. പക്ഷേ ഞങ്ങൾക്ക് ഇവിടെ കുറച്ച് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. അത് കഴിഞ്ഞാൽ ഞങ്ങൾ ഉടനെ തന്നെ പോകും. അതെ, പിന്നെ ആരും ഉപദ്രവിക്കാൻ വേണ്ടിയല്ല ഞങ്ങളിവിടെ നിൽക്കുന്നത്. ആർക്കും അറിഞ്ഞുകൊണ്ട് ഒരു ദ്രോഹവും ചെയ്യുന്നുമില്ല. നിങ്ങള് ആരെയും ഉപദ്രവിക്കില്ലെന്ന് കാണുമ്പോഴേ അറിയാം. ഞാനേ നിങ്ങൾക്ക് രണ്ടാൾക്കും വേണ്ടി പറഞ്ഞതാ, അല്ലാതെ മറ്റൊന്നും വിചാരിക്കരുത്. ഇല്ല, പറഞ്ഞതിൽ സന്തോഷേ ഉള്ളൂ. പക്ഷേ തൽക്കാലം സഹായമൊന്നും വേണ്ട. ശരി, നിർബന്ധിക്കുന്നില്ല. എന്തെങ്കിലും ആവശ്യം വന്നാലുണ്ടല്ലോ, ധൈര്യമായിട്ട് എന്നോട് ചോദിച്ചോ. ശരി അങ്കിളെ. ശരി എങ്കി നിങ്ങളുടെ ജോലി നടക്കട്ടെ. നിർത്തിയെടുത്ത് തന്നെ തുടങ്ങിക്കോ, ബാക്കി പൊടിയെടുത്തോ. കണ്ടിന്യൂ കണ്ടിന്യൂ. എന്റെ അണ്ണന്റെ ഒരു ഭാഗ്യം. ഇങ്ങനെ ഒറ്റത്തടിയായിട്ട് നടക്കല്ലേ. ഭാര്യയെ പേടിക്കാതെ അണ്ണന് രണ്ടെണ്ണം എപ്പ വേണേലും അടിച്ചൂടെ? ആളിന് ആവശ്യമുള്ളപ്പോ പൂശുന്നുണ്ടല്ലോ. അത് ഞാൻ എന്റെ ബുദ്ധി ഉപയോഗിച്ച് ചില ടെക്നിക്കുകളൊക്കെ ഉപയോഗിച്ച് ചെയ്യുന്നല്ലേ. എങ്ങനെയാലും കാര്യം നടന്നാ പോരെ? പോരാ. അണ്ണാ ഞാനൊരു സത്യം പറയട്ടെ. സത്യം പറഞ്ഞാൽ എനിക്ക് അണ്ണനടുത്ത് ഭയങ്കര അസൂയ. അണ്ണ എന്തിന്? നിങ്ങൾ ഡെയിലി ദുബായി പോകുന്നു, പട്ടിപ്പണി എടുക്കുന്നു,
ഡെയിലി പൈസ ഉണ്ടാക്കുന്നു. ഓ, നാട്ടിൽ ഒരു ലാഭം ഇല്ലാത്തൊരു ഫാം നടത്തുന്നു. പിന്നെ ഇടയ്ക്കിടയ്ക്ക് അവിടുന്ന് വന്ന് എൻജോയ് ചെയ്ത് അങ്ങ് അടിച്ച് പൊളിക്കുകയാണ്. അണ്ണ എന്റെയൊക്കെ അവസ്ഥയെന്ന് ആലോചിച്ചു നോക്ക്. ഓ, എല്ലാ ദിവസവും രാവിലെ ആ പെണ്ണുമ്പിള്ളയുടെ വളിച്ച മോന്ത കണ്ടോണ്ട് വേണം എണീക്കാൻ. പിന്നെ പകല് മുഴുവൻ അവള് പറയുന്ന മണ്ടത്തരങ്ങളൊക്കെ കേട്ട് കിണിച്ചോണ്ടിരിക്കണം. രാത്രി പിന്നെ ആ വളിച്ച മോന്ത കണ്ടോണ്ട് തന്നെ കിടന്നുറങ്ങണം. അതെ, അതിപ്പോ കല്യാണം കഴിഞ്ഞ എല്ലാരും അങ്ങനെയൊക്കെ തന്നെ അല്ലേ? നിങ്ങൾക്കൊരു കുടുംബം, മക്കള്, സ്നേഹിക്കാൻ ചുറ്റും ആൾക്കാര്, അങ്ങനെ എന്തൊക്കെയുണ്ട് ജീവിതത്തില്. ഓരോ ജീവിതത്തിനും അതിൻ്റെതായ സുഖങ്ങളും ദുഃഖങ്ങളും ഒക്കെ ഉണ്ട്. പിന്നെ ഒരു മനുഷ്യൻ അനുഭവിക്കുന്ന പ്രശ്നങ്ങളോ യഥാർത്ഥ സുഖങ്ങളോ മറ്റാരും അറിയുന്നില്ല എന്നേ ഉള്ളൂ. ആണ്. ആ, അങ്ങനെയാണ്. എന്റെ ജീവിതം കണ്ടിട്ട് അളിയന് അസൂയ തോന്നുന്നു പറഞ്ഞില്ലേ? അതെ. ഞാൻ അനുഭവിക്കുന്ന പ്രഷറും ടെൻഷനും നിങ്ങൾ ഒരു ദിവസം പോലും താങ്ങില്ല. അറിയോ അളിയന്? അണ്ണൻ എന്താ പ്രശ്നം? അണ്ണാ അടി ഇവിടെ നിർത്തുകയാണ്. നിർത്തി, പരിപാടി നിർത്തി. ഇനി അണ്ണന്റെ പ്രശ്നം പരിഹരിച്ചിട്ടേ നമ്മൾ ഇനി അടിക്കുന്നുള്ളൂ. അതൊന്നും അങ്ങനെ പരിഹരിക്കാൻ പറ്റുന്നതല്ല അളിയ. ഞാൻ പറഞ്ഞ എന്റെ ബിസിനസ് ടെൻഷനുകളെ കുറിച്ചാ. ബിസിനസ് ടെൻഷനാ? അത് കുഴപ്പം. വൃത്തിയൊന്നല്ലോ. ഇരിക്കടാ, ഇരിക്ക. അല്ല, ഞാൻ വെറുതെ ഇരിക്കടാ, ഇരിക്കേ. ഞാൻ ആളിന് അവിടെ ഇരിക്കളിയ. ഞാൻ ഇരിക്കേ, ഇരിക്ക. ഇല്ല, ഇവനെല്ലാം അറിയാം. ആണ്. എന്നിട്ടാണ് അവൻ ഒഴിച്ചു കൊടുക്ക്. കൊള്ളൻ. എനിക്ക് വേണ്ടമ്മ. അതെ, നീ ഇന്ന് ഇവിടെ നിന്ന് അടിച്ചിട്ടേ പോകുന്നുള്ളൂ. അല്ലെങ്കിലേ ദേ ഞാനിതെടുത്ത് നിന്റെ തലവഴി ഒഴിക്കും. അല്ല, ഇവൻ നമ്മളെ തീരുമാനം എനിക്ക് അറിയത്തില്ലായിരുന്നു. അല്ല, എനിക്ക് വേണ്ട. കഴിക്കേ. ടച്ചിങ്സ് പിടിച്ചു. അടി അടിച്ചിട്ട് കുപ്പി വേണ്ട, അല്ല ഗ്ലാസ്. ചെറിയ കൊടന്ന ജിയേഴ്സ്. പെട്ടെന്ന് വാടാ. വാ. അയ്യോ, എടാ പോലീസ്. വാ 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 വാ, വേഗം വാടാ. എടോ നിർത്ത്. വണ്ടി വേഗം റിവേഴ്സിൽ പോ. നിർത്തിക്കേ. അവിടെ നിർത്തി. നമ്മളെ കണ്ടു തോന്നേ. ഇനിയിപ്പോ എന്ത് ചെയ്യും? ഇനി ഒന്ന് നോക്കട്ടെ. ഓടിക്കോ.